ഇനി നേരെ കലോത്സവ നഗരിയിലേക്കാണ് സേതുലക്ഷ്മി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വീണ്ടും കലക്കൻ കൊല്ലത്തിന്റെ വേദിയിലേക്ക്. അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്ത് നമ്മളൊന്ന് ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി മാനം തെളിഞ്ഞു, വീണ്ടും ഗ്രൗണ്ടൊക്കെ സജീവമായി, നിറയെ ആളും പേരും ബഹളവും ഒക്കെ ആയി. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ 4-ാം ദിനം അവസാനിക്കാൻ. ഇനി ഒരു ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ കലോത്സവം ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 4:30 ഷൂട്ട് റദ്ദാക്കേണ്ടി വന്നതിന്റെ കാരണവും ഈ മഴ മൂലമാണ് അത് അങ്ങനെ ആക്കേണ്ടി വന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ എനിക്കിപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. വൈഗക്കുട്ടിയാണ് എനിക്കിപ്പം ഉള്ളത്. വയനാട് നിന്നാണ് മോൾ എത്തിയിരിക്കുന്നത്. ഹായ് വൈഗ. എന്തായിരുന്നു ഐറ്റം? മോണോ ആക്ട് അല്ലേ? മോണോ ആക്ട്. നമുക്കൊന്ന് കണ്ടാലോ? മണിപ്പൂരിന്റെ നേർക്കാഴ്ചകളിലേക്ക്. കണ്ടോ കണ്ടോ ഉനക്കോർപ്പിച്ച കാട്ടുകമ്പുകേറി നമ്മുടെ ശത്രു ഗോത്രക്കാർ വന്നത് കണ്ടോ? ഈ കാട്ടിലെ കാട്ടുതേനും വണത്ത് കരട്ടിക്കൂട്ടം പറഞ്ഞത് കണ്ടോ? വാ വാ, നമുക്ക് 2 കൂട്ടരായി പിരിയാം. നിങ്ങൾ കരടികളെ തുറത്ത് നമുക്ക് ഗോത്രക്കാരെ നേരിടാം. വാ. നാണക്കേട് കൊണ്ടെന്റെ തല കൊഴിഞ്ഞു പോണു. നിങ്ങൾ ആർതൊന്നും കാണുന്നില്ലേ? ആ കാട്ടുവാസിക്കൂട്ടത്തിൽ നിന്നും പട്ടാളത്തിലേക്കും പോലീസിലേക്കും സർക്കാർ ഉദ്യോഗത്തിലേക്കും ഓരോരുത്തരായിട്ട് പോവാ. ഈ മണ്ണിന്റെ നേരവകാശികൾ നമ്മളാ, മേദികൾ, സവർണ ഹിന്ദുക്കൾ, ആ കുക്കികളോ. അടിപൊളി മോളെ. അപ്പൊ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഭാവങ്ങൾ മാറി മറിയുന്നതല്ലേ. അപ്പൊ അതാണ് ഈ മോണോ ആക്ടിനെ ഇത്രയും ജനകീയമാക്കുന്ന ഒന്നും. അപ്പം മോളെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വൈഗക്കുട്ടിയുടെ ആ കിഡിലൻ പെർഫോമൻസിൽ നിന്ന് നേരെ പോകുന്ന ഒരു വഞ്ചിപ്പാട്ടിലേക്കാണ്. അപ്പോൾ ഈ വഞ്ചിപ്പാട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും അത് ഈ ആറന്മുളക്കാരുടെയും അതുപോലെ തന്നെ ഈ നമ്മുടെ കുട്ടനാടുകാരുടെ ആലപ്പുഴക്കാരുടെയൊക്കെ കുത്തകയായിരുന്നു വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരു 2 പേർക്ക് മാത്രം കുത്തകയുള്ളൊരു കാര്യമല്ല. ആര് വിചാരിച്ചാലും വഞ്ചിപ്പാട്ടൊക്കെ പാടി ഈസി ആയിട്ട് കപ്പും കൊണ്ട് പോകാമെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ കലക്കൻ കൊല്ലത്തിൻ്റെ വേദിയിൽ നിരന്ന് നിൽക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള ചുണക്കുട്ടികളാണ്. അപ്പോൾ നമുക്ക് കാസർഗോട്ടുകാരുടെ വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങൾക്ക് താളം പിടിച്ച് വേഗം തിരിച്ചു വരാം. തന്നെ ഇപ്പോൾ തന്നിടേണം ബാലകനാകുന്ന
അപ്പോൾ കാസർഗോട്ടെ ചുണക്കുട്ടികൾ നടത്തിയ വഞ്ചിപ്പാട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആരുടെയും കുത്തകയല്ല, ഒന്നും ആര് വിചാരിച്ചാലും നമുക്ക് ഈസി ആയിട്ട് പ്രൈസ് ഒക്കെ അടിച്ചുകൊണ്ട് പോകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സുന്ദരി കുട്ടികൾ.